നമസ്കാരം, എന്റെ പേര് മോഹൻദാസ്. യൂറോപ്പ് വാർത്താ വിഷനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന യാത്രാ വാർത്തകളിൽ കൊണ്ട് നമ്മൾ തുടങ്ങാം. ഇന്ത്യയും യൂറോപ്പും തമ്മിലുള്ള വിമാനയാത്രകൾക്ക് ഏറെ പ്രാധാന്യമുള്ള പരിണാമങ്ങളാണ് ഇന്നുണ്ടായത്. വിമാന സർവീസുകൾ വീണ്ടും ആരംഭിച്ചു. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷം മൂലം മിഡിൽ ഈസ്റ്റിലെ ചില എയർസ്പേസ് ഭാഗങ്ങൾ അടച്ചതിനെ തുടർന്ന് ഇന്ത്യയും യൂറോപ്പും തമ്മിലുള്ള നിരവധി വിമാനങ്ങൾ റദ്ദാക്കിയിരുന്നു. ജൂൺ 24-ന് തുടങ്ങിയ ഈ തടസ്സങ്ങൾ ഇന്ന് മുതൽ പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. എയർ ഇന്ത്യ, ഇൻഡിഗോ, എയർ ഇന്ത്യ എക്സ്പ്രസ് തുടങ്ങിയ വിമാന കമ്പനികൾ യൂറോപ്പിലേക്കുള്ള സർവീസുകൾ വീണ്ടും ആരംഭിച്ചിട്ടുണ്ട്. യാത്രക്കാർക്ക് മുന്നറിയിപ്പുകൾ. അടുത്ത കുറച്ചു ദിവസങ്ങളിൽ യാത്രക്കാർക്കു പെട്ടെന്ന് ഷെഡ്യൂൾ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ യാത്രക്ക് മുമ്പ് ഫ്ലൈറ്റ് സ്റ്റാറ്റസ് പരിശോധിക്കേണ്ടതുണ്ട്. കൂടുതൽ സമയം വഴിക്ക് ചെലവാകാനും ടിക്കറ്റ് നിരക്ക് കൂടാനും സാധ്യതയുണ്ട്. യാത്രാവകാശങ്ങളിലുണ്ടായ മാറ്റങ്ങൾ. യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള പ്രവേശനത്തിനായി യാത്രക്കാർ ഷെങ്കൻ വിസ എന്നിവ ശരിയായി കൈവശം വയ്ക്കണം. സുരക്ഷാ പരിശോധനകൾ ചില രാജ്യങ്ങളിൽ ശക്തമാക്കാനുള്ള സാധ്യതയും മുന്നറിയിപ്പുകൾ വഴി അറിയിച്ചിട്ടുണ്ട്. സമാപനം. ഇന്ത്യയും യൂറോപ്പും തമ്മിലുള്ള വിമാന സർവീസുകൾ വീണ്ടും പുനരാരംഭിച്ചെങ്കിലും യാത്രക്കാർ ജാഗ്രതയും ഫ്ലെക്സിബിലിറ്റിയും പാലിക്കുക വേണം. യാത്രക്കാർക്ക് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതിനായി നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. യൂറോപ്പിലോട്ട് യാത്ര പോകുന്ന ആർക്കും ഒരിക്കൽ കൂടി ചിന്തിക്കേണ്ട കാര്യമാണ് മരുന്നുകൾ കൈവശം കൊണ്ടുപോകുന്നത്. ഒറ്റ തെറ്റ് കൊണ്ട് യാത്ര ഇറ്റ്സെൽഫ് തടസ്സപ്പെടാം, കസ്റ്റംസ് തടയാം, മരുന്നുകൾ പിടിച്ചെടുക്കാം, പിഴയും. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മരുന്ന് എങ്ങനെ സുരക്ഷിതമായി കൊണ്ടുപോകാം, എന്തൊക്കെയാണ് നിയമങ്ങൾ, എന്താണ് പാടില്ലാത്തത്, എല്ലാം കൃത്യമായി. സെക്ഷൻ 1. നമുക്ക് 1-ാം തീയതി മനസ്സിലാക്കാം. യൂറോപ്പിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ അനുവദനീയമായ മരുന്നുകൾ വ്യക്തിപരമായ ഉപയോഗത്തിനായിരിക്കണം. സാധാരണയായി നിങ്ങൾക്ക് പരമാവധി 90 ദിവസത്തേക്കുള്ള ക്വാണ്ടിറ്റി മാത്രമാണ് കൊണ്ടുപോകാൻ അനുവദിക്കുക. അതിനൊപ്പം നിങ്ങൾക്കൊപ്പമുണ്ടായിരിക്കേണ്ടത് ഡോക്ടർ നൽകിയ പ്രിസ്ക്രിപ്ഷൻ, രോഗം വിശദീകരിച്ച ഡോക്ടർ ലെറ്റർ, മരുന്നിന്റെ ഒറിജിനൽ പാക്കിംഗ്, നിങ്ങളുടെ പാസ്പോർട്ടിൽ ഉള്ളതേപോലെ തന്നെയുള്ള പേര്. ഇതൊക്കെ കൂടെ ഉണ്ടായാൽ ആഗോള വ്യാപാര നിയമങ്ങളും എയർപോർട്ട് റൂൾസും പ്രശ്നമാകില്ല. സെക്ഷൻ 2. പക്ഷേ മരുന്ന് കൊണ്ടുപോകുന്നത് എളുപ്പം മാത്രമല്ല, ചില മരുന്നുകൾക്ക് നിർബന്ധമായും കസ്റ്റംസ് ഡിക്ലറേഷൻ വേണം. പ്രത്യേകിച്ച് കൺട്രോൾ മെഡിസിൻസ്, ഉദാഹരണം ഡയാസെപം, ട്രാമഡോൾ, മോർഫീൻ, കോഡീൻ, ഇവയുടെ നീക്കം കൃത്യമായ അനുമതിയോടെയായിരിക്കണം. ഉദാഹരണത്തിന് ജർമ്മനിയിൽ 3 മാസം വരെ ഉപയോഗിക്കാൻ മരുന്ന് കൊണ്ടുപോകാം, പക്ഷേ കൺട്രോൾ ഡ്രഗ് ആണെങ്കിൽ BFARM-ന്റെ അനുമതി വേണം. ഫ്രാൻസിൽ 1 മാസം മാത്രം മരുന്ന് കൊണ്ടുപോകാം. ഇറ്റലിയിൽ മരുന്ന് കൊണ്ടുവരുമ്പോൾ അതിന്റെ ലേബിൾ ആൻഡ് ബ്രാൻഡഡ് ബോക്സ് വേണം. സെക്ഷൻ 3. പോസ്റ്റൽ വഴി മരുന്നുകൾ അയക്കാൻ പറ്റുമോ? ചുരുക്കത്തിൽ പറഞ്ഞാൽ പറ്റില്ല. യൂറോപ്പിലെ പല രാജ്യങ്ങളിലും പോസ്റ്റൽ വഴി മരുന്ന് അയക്കുന്നത് നിരോധിച്ചിരിക്കുന്നു. അതിനായി ആരോഗ്യ മന്ത്രാലയത്തിന്റെ വ്യക്തമായ അനുമതി വേണം. അതുകൊണ്ട് സേഫസ്റ്റ് വേ നിങ്ങൾ തന്നെ മരുന്ന് കൈവശം വെച്ചുകൊണ്ട് കൊണ്ടുപോകുക. സെക്ഷൻ 4. വിമാനയാത്രക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ. മരുന്ന് ഹാൻഡ് ലഗേജിൽ സൂക്ഷിക്കുക, ചെക്ക്ഡ് ഇൻ ലഗേജിൽ വെക്കരുത്. ബ്ലിസ്റ്റർ പാക്ക്, ബോക്സ്, ലേബിൾ എല്ലാം അതിനൊപ്പം വേണം. 100 ml-ൽ കൂടുതലുള്ള ലിക്വിഡ് മെഡിസിൻസ് എങ്കിൽ എയർപോർട്ട് സെക്യൂരിറ്റി ഇൻഫോംഡ് ആക്കണം. റീഫ്രിജറേഷൻ ആവശ്യമായ മരുന്നുകൾക്കായി എയർലൈൻ സപ്പോർട്ട് ആവശ്യപ്പെടാം. എന്നിട്ട് ജനറിക് നെയിം അറിയുക. ചില ബ്രാൻഡുകൾ യൂറോപ്പിലില്ല. സംഗതികൾ ഒറ്റവാക്കിൽ: നിങ്ങളുടെ മരുന്ന്, നിങ്ങളുടെ പ്രിസ്ക്രിപ്ഷൻ, നിയമാനുസൃത രേഖകൾ, ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യാത്ര സുരക്ഷിതവും നിയമപരവുമായിരിക്കും. വിചാരിക്കണ്ട, പ്ലാൻ ചെയ്താൽ ഒന്നും പ്രശ്നമാകില്ല. ഇങ്ങനെയുള്ള വീഡിയോകൾക്കായി ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ യാത്രാസമ്മത അനുഭവങ്ങൾ കമന്റിൽ പങ്കുവയ്ക്കൂ.